നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ വിഷു സ്പെഷ്യൽ സീരീസിൽ വേറൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വരയ്ക്കാനും പെയിൻറ്റ് ചെയ്യാനും ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ ഇത് ഫിംഗർ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് കണിക്കൊന്നേനെ ഒന്ന് ഈ ഒരു ബോട്ടിലേക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ബോട്ടിൽ എടുത്തിട്ട് ഒരു ബ്ലൂ ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്കൈ ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ബ്രൈറ്റ് യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വിരൽ ആ ഒരു യെല്ലോയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ 5 പെറ്റൽസ് പോലെ 5 ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ചെയ്യണം. അപ്പോൾ മേലേന്ന് താഴോട്ട് വരും തോറും പെറ്റൽസിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരണം. ബഞ്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മേലെയൊക്കെ 5 പെറ്റൽസ് ഉണ്ടാവും. പിന്നെ താഴോട്ട് വരുമ്പോൾ അത് 3 ആവും. പിന്നെ ഏറ്റവും താഴെ ആവുമ്പം ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അത് അങ്ങനെ ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബ്രാഞ്ചൊന്നും വരച്ചിട്ടില്ല. ഞാനൊരു ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് പിന്നീട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ യെല്ലോ കളർ മൊത്തമായിട്ട് ഒന്നിങ്ങനെ ചെയ്തെടുക്കണം. ഈ ഒരു ബ്ലൂവിൽ ഇങ്ങനെ യെല്ലോ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള കുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന ബോട്ടിലാണ്. അപ്പം ബോട്ടിൽ ആർട്ട് അറിയുന്നവർക്ക് ഇത് എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് തോന്നുമായിരിക്കും. അപ്പോൾ ബോട്ടിലിൻ്റെ മേലെ ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബേസ് പോർഷനിലും കുറച്ച് ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെ, പൂവ് വീണ് കിടക്കുന്ന പോലെ കുറച്ച് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഗ്രീൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതിന് ബ്രാഞ്ചസ് വരച്ച് കൊടുക്കുകയാണ്. അതായത് ആ കണിക്കൊന്നയുടെ ആ ഒരു കൊല ഇല്ലേ, അതിങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് മൊത്തമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അവിടെ ഇവിടെ ഇങ്ങനെ വരകൾ വരച്ചാൽ മതി. കാരണം ഈ പൂ കാരണം നമുക്ക് ഇതിൻ്റെ ഈ ഗ്രീനൊന്നും നമുക്ക് അധികം കാണാൻ കിട്ടില്ല. അതുപോലെ തന്നെ ഈ പൂവിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒറ്റ ഡോട്ട് ഇടുന്ന സ്ഥലത്ത് അവിടെയൊക്കെ എന്ന് വെച്ചാൽ ചിലത് ഗ്രീൻ കളർ തന്നെ ആയിരിക്കും. അതായത് വിരിയാൻ പോകുന്ന മുട്ടുകളായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് അവിടെ ചിലതിന് നമ്മൾ ഗ്രീൻ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളങ്ങനെ കണ്ടിന്യൂസ് ബ്രാഞ്ചൊന്നും വരയ്ക്കേണ്ട. അവിടെ ഇവിടെയൊക്കെ ഗ്രീൻ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്താൽ മതി.
ഇനി നമ്മൾ പൂവ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, പൂവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ഇങ്ങനെ ഒരു തണ്ട് പോലെ ഇങ്ങനെ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു കേർവ് പോലെ വരച്ച് കൊടുത്താൽ മതി. ഒരു പകുതി യു പോലെ വരച്ച് കൊടുത്താൽ മതിയാവും. അതുകൂടാതെ അവിടെ തന്നെ ഒരു 2-3 യെല്ലോ സ്റ്റേമൻസും കൂടെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൺസെറ്റ് യെല്ലോ ആണ് ഞാൻ എടുത്തത്. അതായത് ഒരു ഓറഞ്ച് അടിക്കുന്ന ഒരു യെല്ലോ ഇല്ലേ, ആ യെല്ലോ ആണ് എടുത്തത്. എന്നിട്ട് ഇങ്ങനെ ഒരു 2-3 ലൈൻസും കൂടെ ഇട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ സ്റ്റേമൻസ്. ഇനി അതിൻ്റെ മുകളിൽ അതിൻ്റെ തറ്റത്തായിട്ട് നമുക്ക് ഒരു ബ്രൗൺ ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ജസ്റ്റ് ഒരു കുഞ്ഞ് ഡാഷ് പോലെയാണ് ഇട്ട് കൊടുക്കേണ്ടത്, ഡോട്ടല്ല. ഇനി നമുക്ക് ബ്ലൂ കുറച്ച് കൂടുതൽ കാണുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ചും കൂടെ ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി കഴിയുമ്പം നമ്മുടെ ബോട്ടിൽ ഇവിടെ ഫിനിഷ് ആവും. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പോർഷൻ ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ മേലെ പോർഷൻ ഞാൻ ആദ്യം ഗ്രീൻ കളർ വെച്ച് പെയിൻറ്റ് ചെയ്ത് നോക്കി, പക്ഷെ അത് അത്ര വലിയ ഭംഗി തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ബ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലൂ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാം. ബിഗിനേഴ്സിനൊക്കെ ചെയ്ത് നോക്കാവുന്ന ടെക്നീക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.